അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസനി, ക്ഷമിക്കണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത് ഉസ്താദേ. ഈ ചിലപ്പോൾ നമ്മുടെ ഉളുവിന്റെ അവയത്തിന് വല്ല പൊള്ളലും ഏറ്റാൽ അതിങ്ങനെ ഒരു കുരു പോലെ നിൽക്കും. അത് നമുക്കൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഒരു സൂചിയോ മറ്റോ ഇട്ടുകൊണ്ട് അതിനെ തോട്ടെ ആക്കിയാൽ അതിന്റെ വെള്ളമൊക്കെ പുറത്തു പോകും. പിന്നീട് ഇത് ഈ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുകയും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളം കടത്താൻ പ്രയാസമുണ്ട്. അപ്പോൾ ഇതിന്റെ തോല് മുഴുവനും നീക്കിയിട്ട് കടത്തണം ഉസ്താദെ, അല്ല അതിന് അഫ്വ മറ്റോ ഉണ്ടോ? ആ സ്ഥലം ഒന്ന് വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. അതെന്നല്ലേ പാചാര്യ പറഞ്ഞ ആകെ അങ്ങനെ ഓട്ട ആവുകയോ ഓട്ട ആക്കുകയോ ചെയ്താൽ അത് പൊളിച്ചു കളഞ്ഞോളൊന്നുമില്ല, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തണം. അതേസമയത്ത് തൊലി അവിടെ മാംസമായി ഒട്ടിപ്പിടിച്ചെന്നാൽ കുഴപ്പമൊന്നുമില്ല, മോള് കഴിയാൽ മതി. ഒട്ടിപ്പിടിക്കാത്തോടത്തോളം അഥവാ അതിങ്ങനെ ഇളകുന്നുണ്ട്, ഇളകുന്ന നിലക്കാണെങ്കിൽ ഒന്നായിട്ട് പൊളിച്ചു കളഞ്ഞോളൊന്നുമില്ല. അല്പം അതിന്റെ വായ് തുറന്ന് വെള്ളം ഉള്ളിലേക്ക് എത്തിക്കണം, ഇല്ലെങ്കിൽ വുദൂ സയ്യാവില്ല. കാരണം അത് ലാഹിറിന്റെ ഹുക്കുമലായി പോയി പൊട്ടിയതോടുകൂടി. ലാഹിറിന്റെ ഹുക്കുമലാവുമ്പോൾ ലാഹിർ അവയവങ്ങളുടെ പ്രത്യക്ഷ ഭാഗം കഴുകിയെങ്കിലേ വുദൂ സയ്യാവുകയുള്ളൂ. അപ്പൊ ഇത് ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ വായി പൊട്ടുകയും ചെയ്തതുകൊണ്ട് പ്രത്യക്ഷത്തിന്റെ ഹുക്കുമലായതുകൊണ്ട് അഫ്വ ബാധകമല്ല എന്ന് വെച്ച് മുഴുവനായി പൊളിച്ചു കളയേണ്ട ആവശ്യവുമില്ല. അതിന്റെ ഉള്ളിലേക്ക് ആ ദ്വാരത്തിലൂടെ വെള്ളം എത്തിയാലും മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉസ്താദ്, ഞാൻ ഈ ക്ലാസ് കേട്ടിട്ടില്ല. ഞാൻ ഈ സംസ്കാരം കഴിഞ്ഞ് ക്ലാസ് തീർന്നപ്പോഴേക്ക് ഉസ്താദിന്റെ ക്ലാസിന്റെ അർത്ഥനേടത്തിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഖുലാസയിലുള്ള ഒരു ഇബാറത്തുമായി ബന്ധപ്പെട്ട സംശയമാണ്. അവിടെ ഇസ്തിൻജാഇന്റെ അഹ്കാമിലെ ഷുറൂത്തുൽ ഇസ്തിജ്മാർ പറഞ്ഞെടുത്ത് അല്ലാ യതഖത്തഅ ഔ യന്തഖില എന്നൊരു ഇബാറത്തുണ്ട്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്തോ ഒരു അവ്യക്തത. അപ്പോ പുറപ്പെടുന്ന സമയത്ത് മുറിഞ്ഞു വരാതിരിക്കൽ എന്നാണോ അല്ലാത്ത കത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ഉസ്താദ് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുറിഞ്ഞു പുറപ്പെടുക എന്നല്ല, പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് രണ്ട് രീതിയിൽ മറ്റു സ്ഥലത്തേക്ക് നീങ്ങും. അതായത് മൂത്രാണെങ്കിൽ ഹഷ്ഫ എന്ന് പറയുന്ന അതിർത്തിയുടെ ഇപ്പുറത്തേക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഒലിച്ചിറങ്ങി കീഴ്പോട്ട് താഴ്ന്നിറങ്ങി വരാം. മറ്റൊന്ന് തെറിച്ച് ഇപ്പുറത്തേക്ക് എത്തുകയും ചെയ്യാം. തകത്തു ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ അവിടെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ പുറത്തേക്ക് എത്താതെ ഈ വന്ന നജസ് നിശ്ചിത പരിധിയുടെ ഇപ്പുറത്തേക്ക് തെറിച്ചെത്തി. എന്നാൽ അവിടെ കല്ലുകൊണ്ട് തടയാ പോരാ. അതുപോലെ തന്നെ ഒലിച്ചു വന്നു, ലിംഗത്തിന്മേൽ കൂടെ തന്നെ നേരെ ഒലിച്ചിങ്ങനെ വന്ന് ഹഷ്ഫന്റെ കതിർ വിട്ട് ഇപ്പുറത്തേക്ക് എത്തിയാൽ അത് ആണ് രണ്ടാമത് പറഞ്ഞത്. തക്കത്തുവിന്റെ അവിടെ നേരെ ഇങ്ങനെ ഒലിച്ചു വരില്ല, പുറത്തേക്ക് തെറിച്ചെത്തിയതാണ്. മറ്റേത് ഒലിച്ചെത്തിയതാണ്. ഒലിച്ചെത്തിയാലും തെറിച്ചെത്തിയാലും നിശ്ചിത കതിറിന്റെ പരിധി വിട്ട് ഇപ്പുറം വന്നാൽ പിന്നെ ഇസ്തിജ്മാർ പറ്റൂല, അവിടെ വെള്ളം തന്നെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അത് വിശദമായി അന്ന് നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഒരു ദിവസം അതിനെപ്പറ്റി വിശദമായി തന്നെ ഒരു സംശയ ചോദ്യം വന്നപ്പോൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. സൈറ്റിലുണ്ടാവും ആ ഭാഗം എന്ന് പ്രിയപ്പെട്ട ഹസൻ ഉസ്താദിനെ ഉണർത്തുന്നു. ഓക്കെ. ഒളു മുറിയാതെ ജനാബത്ത് ഉണ്ടാവുമോ? എങ്കിൽ കുളിച്ചാൽ ഒളു എടുക്കാതെ നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം. അപ്പോ അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. പിന്നെ അൻവറിന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അൻവറിന് മൈക്കിലേക്ക് വരാം. അൻവറെ, വുദൂ മുറിയാതെ ജനാബത്തുണ്ടാകുമോ? തീർച്ചയായിട്ടും വുദൂ മുറിയാതെ തന്നെ ജനാബത്തുണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഉപചോദ്യം എന്തോ ഒരു അബദ്ധധാരണയിൽ നിന്ന് വന്നതാണ്. നല്ല വുദൂ ഇല്ലാതെ തന്നെ ഒരാള് ജനാബത്ത് കുളിച്ചാൽ അതുകൊണ്ട് അവന് ഫർദ് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കരിക്കാം. പിന്നെ വുദൂ കൊണ്ട് എന്താണ് ഫായിദ? നിസ്കരിക്കാന്നുള്ളതിനല്ല,
മറിച്ച് കുളിയുടെ മുമ്പ് വുളു ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുന്നത്ത് ഈ വുളു കൊണ്ട് ലഭിക്കും. അതുപോലെ തന്നെ ജനാബത്തുള്ളവർക്ക് വുളു ചെയ്യൽ സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. ആ സുന്നത്ത് ഈ വുളു കൊണ്ട് ലഭിക്കും. മനസ്സിലായില്ലേ? നീ എങ്ങനെ ജനാബത്ത് വുളു മുറിയാതെ ജനാബത്ത് ഉണ്ടാകുക എന്ന് അതൊരു ഇസ്കാരാക്കണ്ട. അത് ഒരാള് വുളു ചെയ്തു, ശരിയായ നിനക്ക് വുളു ചെയ്തു, എന്നിട്ട് ഒരു സ്ഥലത്ത് ശരിക്ക് നന്നായി ഇരിപ്പിടം അഥവാ ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങി. അതിനിടയിൽ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി. എന്നാൽ ചന്തി ഇരിപ്പിടത്തിൽ ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങിയവന്റെ വുളു മുറിയില്ല എന്നത് ശാഫി മദ്ഹബിൽ പ്രസിദ്ധമാണല്ലോ. ആ ഇരുത്തത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ ജനാബത്ത് ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അപ്പൊ ജനാബത്ത് ഉണ്ടാവുമ്പോൾ വുളു മുറിഞ്ഞു കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ ഒരാള് വുളു ഉണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ ലൈംഗികമായ എന്തോ ഒരു വിഷയത്തിൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഉദ്ധാരണം സംഭവിക്കുകയും പെട്ടെന്ന് സ്ഖലനം ഉണ്ടാവുകയും ചെയ്തു. ചില ആളുകളുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല, ചില ആളുകൾക്ക് ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം വരുമ്പോഴേക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ സ്ഖലനം സംഭവിക്കാം. അവിടെയും വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ വേറെയും ഉണ്ട്, അത് മതി, ഇപ്പൊ മനസ്സിലാകാൻ മതിയല്ലോ. അപ്പോ വുളു മുറിയാതെ തന്നെ ജനാബത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വുളു മുറിഞ്ഞില്ല എന്നതുകൊണ്ട് ആ വുളു കൊണ്ട് എന്ത് ഗുണമെന്ന് അതാണ് ചോദ്യം. ആ വുളു കൊണ്ടുള്ള ഗുണം, വുളു ഇല്ല ഒരാൾ ജനാബത്തുണ്ടായാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ, ഉറങ്ങണമെങ്കിലൊക്കെ വുളു ചെയ്യൽ സുന്നത്താണ്. ഈ സുന്നത്തിന് ഈ വുളു മതിയാവും. അതുപോലെ തന്നെ അതെല്ലാവരും ജനാബത്ത് കുളിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ കുളിക്കുന്നതിന് മുമ്പ് ഒരു വുളു ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുന്നത്ത് ഇതുകൊണ്ട് കിട്ടും. അല്ലാതെ ഈ വുളു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. കാരണം എന്തുകൊണ്ട് ജനാബത്ത് കുളിച്ചാൽ അതുകൊണ്ട് തന്നെ വലിയ ശുദ്ധി ഉയരുമ്പോൾ ചെറിയ ശുദ്ധി അവിടെ ബാക്കി ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ? പിന്നെ വലിയ ശുദ്ധി ഉയർന്നതിന് ശേഷം വുളു മുറിയുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വുളു എടുക്കണം. എന്നല്ലാതെ ഈ കുളിയുടെ സമയത്ത് വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിച്ചാൽ തന്നെ ചെറിയ ശുദ്ധിയും ഉയരും, വലിയ ശുദ്ധിയും ഉയരും. പിന്നെ അവിടെ വുളു എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആർക്കും ചോദിക്കപ്പെടും. ഫിഖിന്റെ സമയമാണ്. ഫിഖ് സംബന്ധമായ കാര്യങ്ങളെ ഇപ്പോൾ പരിഗണിക്കപ്പെടൂ എന്ന് മാത്രം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഷീദ് അല്ലേരിന്റെ ഹിദായ ഇവർ മൈക്കൊക്കെ എടുത്തു കേട്ടോ. ചിലപ്പോൾ അവർക്ക് എന്താ അറിയില്ല, സമയം പോകുന്നുണ്ട്, സ്ഥല സമയം പോക്കണ്ട ചോദിക്കാം. ഒരു സംശയം എന്റെ സുഹൃത്ത് കണിയാൻ പറ്റുള്ള അബ്ദുള്ള എന്ന സുഹൃത്ത് കുവൈത്തിൽ നിന്ന് ചോദിച്ച സംശയമാണ്. റേഡിയോ ശ്രോതാവാണ്. ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ പ്ലാന്റുകള് പിന്നെ ചാണകം പോലത്തെ പിന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട്. അത് നൈസായ ചാണകം കൊണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമാണ് ചോദിച്ചത്. ഇൻഷാല്ലാഹ് വിശദീകരിച്ചത് വളരെ ഉപകാരമായിരുന്നു. ഇൻഷാല്ലാഹ് ചോദ്യം കൊണ്ട് ഇൻഷാല്ലാഹ് അടുത്ത് ചോദിക്കാം. നജസിന്റെ ബാബ് നമ്മൾ മുമ്പ് ഓതിയപ്പോ വിശദീകരിച്ചതാണ്. ഇനി നജസിന്റെ ബാബ് ഇൻഷാല്ലാഹ് ഫത്ഹുൽ മുഈനിൽ വരുമ്പോൾ നന്നായി വിശദീകരിക്കുകയും ചെയ്യാം. നജസിൽ നിന്നും ഉയരുന്ന നീരാവി നജസായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. മനസ്സിലായില്ലേ? ഗോബർ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാലിവളം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ആ ഗ്യാസ് കൊണ്ട് വിളക്ക് കത്തിക്കാനും അടുപ്പ് കത്തിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച അത് വിശദമായി നജസിന്റെ ബാബിന് മുമ്പ് പറഞ്ഞതാണ്. ഇനി ഫത്വൽ മുഈനിലുള്ള നജസിന്റെ ബാബ് ഇൻഷാല്ലാഹ് വരികയും ചെയ്യും. അവിടെ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യും ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്റെ സംശയം നമ്മൾ ഈ വസ്തു കച്ചവടം നടത്തുമ്പോൾ അഡ്വാൻസ് ആയിട്ട് 6 മാസം വരെ നമ്മൾ പിന്നെ എഴുതിയെടുത്തോളാം. അഡ്വാൻസ് കുറച്ച് കൊടുത്തു, പക്ഷേ ഈ 6 മാസം നമുക്ക് എഴുതിയെടുക്കാൻ അവസരം ഉണ്ടായില്ല എങ്കിൽ നമുക്ക് അഡ്വാൻസ് കൊടുത്ത അഡ്വാൻസ് പൈസ നമുക്ക് തിരിച്ച് നമുക്ക് മേടിക്കാമോ? അതല്ലെങ്കിൽ പുള്ളിക്ക് തരേണ്ട ബാധ്യതയുണ്ടോ? അതറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയോ വൈറസിന് ചെറിയ മക്കളും ഉണ്ട്.
അതിന്റെ ഇടയ്ക്ക് ഒരാൾ അറിയാതെ തോന്നുന്നു അയാള് മൈക്കിൽ വന്നും ചെയ്തു. ബൈഉൽ അർബൂൻ എന്നാണ് ആ പറഞ്ഞതിന് പറയാ. അതായത് ഒരു വസ്തു നമ്മൾ കച്ചവടം ചെയ്യുന്നു. കച്ചവടം ചെയ്യുമ്പോൾ ഒരു നിശ്ചിത തുക, ഉദാഹരണം ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 25,000 രൂപ അഡ്വാൻസ് എന്നയാൾക്ക് കൊടുക്കുന്നു. 6 മാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിന്റെ ഉള്ളിൽ കച്ചവടം പൂർത്തിയാക്കാമെന്ന വ്യവസ്ഥയിൽ. അങ്ങനെ ഈ നിശ്ചിത അവധിക്ക് ഈ സംഖ്യ കൊടുത്തു പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ കച്ചവടം ഒഴിവാകേണ്ടി വന്നാൽ നേരത്തെ കൊടുത്ത ഈ സംഖ്യ തിരിച്ചു തരേണ്ടതില്ല എന്ന വ്യവസ്ഥയിലാണ് കൊടുത്തതെങ്കിൽ ആ കച്ചവടം ബാത്തിലാണ്, ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ശരിയല്ല. അതിന് പേര് ബൈഉൽ അർബൂൻ എന്നാണ്. ആ കച്ചവടം ബാത്തിലാണ്, തെറ്റാണ്. മറിച്ച് ആ കാശ് കച്ചവടം ബാക്കി കാശ് കൊടുത്ത് നിശ്ചിത തീയതിക്കകം അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ കച്ചവടം തള്ളിപ്പോയാൽ നേരത്തെ കൊടുത്ത കാശ് തിരിച്ചു തരാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് തിരിച്ചു വാങ്ങാവുന്നതും ആണ്. അതായത് നറുക്കെങ്ങനെയെന്ന് വെച്ചാൽ 25,000 കൊടുത്തു, 6 മാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിന്റെ ഉള്ളിൽ കാശ് തന്ന് പൂർത്തിയാക്കിയാൽ ഈ 25,000 വിലയിൽ ഉൾപ്പെടും, ബാക്കി കാശ് കൊടുത്താൽ മതി. ഈ നിശ്ചിത അവധിക്ക് അകം ഈ കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭൂമി കച്ചവടം ദുർബലപ്പെട്ടതായി കണക്കാക്കും, ഈ കൊടുത്ത കാശ് തിരിച്ചു തരില്ല എന്ന വ്യവസ്ഥയിലുള്ള കച്ചവടം ബാത്തിലാണ്, ഇസ്ലാം ശരിയല്ല. അപ്പോ കച്ചവടം പൂർത്തിയായാൽ വിലയിൽപ്പെട്ടു, കച്ചവടം തള്ളപ്പെട്ടു പോയാൽ ആ കാശ് തിരിച്ചു കൊടുക്കൽ അവൻ ബാധ്യസ്ഥനാണ്, അത് ഭക്ഷിക്കൽ അവന് ഹറാമാണ്. ആ വ്യവസ്ഥയിലുള്ള കച്ചവടമാണെങ്കിൽ കച്ചവടം തന്നെ ബാത്തിലാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എനിക്കൊരു സംശയം എന്ന് വെച്ചാല് വുളുവിന്റെ അവയവത്തില് ഒരു മുറയുണ്ട്. ആ മുറയിൽ നിന്ന് രക്തമല്ലാതെ നീരിങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ നീര് നമ്മൾ വുളു എടുക്കുമ്പോ ആ വെള്ളത്തെ പകർച്ചയാക്കുമോ എന്നാണ് എന്റെ സംശയം. മുറിയിൽ നിന്ന് വരുന്ന നീര് പകർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാ എനിക്ക് മനസ്സിലായത്. പച്ച അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ നിറം മാറുക, അല്ലെങ്കിൽ വാസന മാറുക, അല്ലെങ്കിൽ രുചി മാറുക എന്നാ. അതിന് മാത്രം ഇപ്പൊ ഒലിക്കൂലല്ലോ നീര്. നീരൊലിക്കുന്നത് കലർപ്പില്ലാതെ രക്തമോ ചലമോ കലരാത്ത ശുദ്ധമായ നീരാണെങ്കിൽ അത് ത്വാഹിറാണ്, വിയർപ്പിന്റെ വിധിയേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നജസല്ല. മനസ്സിലായില്ലേ? രക്തമോ അതല്ലെങ്കിൽ പഴുപ്പ്, ചലം എന്ന് നമ്മൾ പറയുന്ന ചലമോ ആണ് ഒലിക്കുന്നതെങ്കിൽ അത് നജസ്സാണ്. അപ്പൊ ആ നജസ് നീക്കണം. അതുകൊണ്ട് കുറഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ വെള്ളം മൊത്തം നജസ്സാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോരയൊന്നുമല്ല, അതുപോലെ ചലവുമല്ല, നീരാണെങ്കിൽ അത് വിയർപ്പിന്റെ വിധിയേ ഉള്ളൂ, ത്വാഹിറാണ്. അത് കലർന്നു എന്നതുകൊണ്ട് വുളുവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പകർച്ച അതുകൊണ്ട് വരൂല. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഒരു പക്ഷെ നിറം മാറുക, അല്ലെങ്കിൽ വാസന മാറുക, അല്ലെങ്കിൽ രുചി മാറുക എന്നാ. ഇപ്പൊ ഈ മുറിയിൽ നിന്ന് വരുന്ന നീര് കൊണ്ട് വരൂലല്ലോ. മറിച്ച് നജസ്സല്ല, ഈ വിയർപ്പിന്റെ ഹുക്കുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റഷീഖ് അവിടെ ഇല്ലാന്നുണ്ട്, കാരണം PM അടിച്ചിൽ മറുപടി ഒന്നുമില്ല. ഒന്ന് കേശവ ഡോക്ടർ റഷീഖാണ്, മുപ്പർ അവിടെ ഇല്ലാന്നുണ്ട്. മുപ്പർ മൈക്കാട് പൊക്കിയിട്ട് പുറത്തു വന്നതുകൊണ്ട് ഉസ്താദ് സംശയം വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഉംറക്ക് വന്ന സ്ത്രീ മെൻസസ് ആയതുകൊണ്ട് ഇഹ്റാം ചെയ്തില്ല. ജിദ്ദയിൽ നിന്ന് മദീനയിൽ പോയി വരുമ്പോൾ ഇഹ്റാം ചെയ്താൽ പരിഹരിക്കുമോ? അങ്ങനെ ചെയ്താൽ അഥവാ അറുക്കാൻ കഴിയില്ലെങ്കിൽ മറ്റു വല്ല മാർഗവും ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉംറക്ക് വരുന്ന സ്ത്രീ മീഖാത്തിൽ വെച്ചോ മീഖാത്തിന് മുമ്പോ ഇഹ്റാം ചെയ്യുകയായിരുന്നു വേണ്ടത്. അതിന് മെൻസസ് ഒരിക്കലും തടസ്സമല്ല. മെൻസസ് ഉള്ള സമയത്ത് ഇഹ്റാം ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്നാ പിന്നെ മദീന സിയാറത്തിന് പോയി ആദ്യം
എന്നിട്ട് മദീനയിൽ നിന്ന് പോരുന്ന സമയത്ത് മദീനയിൽ നിന്നുള്ള മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തു പോന്നാൽ എമ്പാടും മതി, ഒരു നിരക്കുള്ള ഫിദിയയും വേണ്ടതില്ല. കാരണം ഏറ്റവും അകന്ന മീഖാത്താണ്. തന്നെയല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വേണ്ടിയും അതുപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടിയും ഒക്കെ ഇഹ്റാം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മീഖാത്താണ്. ആ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ ഏറ്റവും അകലുള്ള മീഖാത്തായി. അപ്പൊ വളരെ നന്നായി, അത്ര ഒരു കുഴപ്പമില്ല, ഫിദിയന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെൻസസ് ഉണ്ട് എന്നത് കൊണ്ടിട്ട് ഇഹ്റാം ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. മെൻസസ് ഉള്ളതോട് കൂടി തന്നെ ഇഹ്റാം ചെയ്യാം. പക്ഷേ ശുദ്ധിയായി കുളിച്ചതിന് ശേഷം തവാഫും സയ്യും ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം. ഇപ്പൊ പോരുന്നതിന് 2-3 ദിവസം മുമ്പ് മെൻസസ് തുടങ്ങിയാണ്, പോരുന്ന സമയത്ത് ഇഹ്റാം ചെയ്തു, ഇവിടെ 1-2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ശുദ്ധി ഒന്നും കുളിച്ച്, എന്നാൽ അത്ര ദിവസം ഈ ഇഹ്റാം ചെയ്തതിന് ശേഷം ശുദ്ധിയായി കുളിക്കുന്നത് വരെ ഇഹ്റാമിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇഹ്റാം ചെയ്തു പോരുക തന്നെയാണ് വേണ്ടത്. പക്ഷെ സംഗതി വശാൽ അങ്ങനെ ചെയ്തില്ല. എന്നാൽ നേരെ മക്കയിൽ പോകുന്നതിന് പകരം മദീന ഷരീഫിൽ പോയി അവിടെ വെച്ച് സിയാറത്ത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു പോന്നാൽ ഒരു കുഴപ്പമില്ല എന്നല്ല, ഏറ്റവും നന്നായി, ഫിദിയൊന്നും വേണ്ട. ഓക്കെ. നമ്മൾ വുളൂവിന്റെ നിയ്യത്ത് വെക്കുമ്പോൾ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണോ, അതെ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണോ പറയേണ്ടത്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് പറയേണ്ടതെന്ന് വെച്ചാൽ വുളൂ ഫർളല്ലല്ലോ, ഷർത്തല്ലേ. അപ്പൊ നമ്മള് എന്താണ് പറയേണ്ടതെന്ന് വിശദീകരിച്ച് നന്നായിരുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഒന്നും പറയൽ വുജൂബില്ല ബീബൻ, മനസ്സിലായില്ലേ? ഒന്നും പറയൽ വുജൂബില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് ചെയ്യലാണ് വുജൂബ്. എന്നാൽ കൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യുന്നതിനെ സഹായിക്കാൻ വേണ്ടി നാവ് കൊണ്ട് പറയൽ നല്ലതാണ്. വുദൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നും നിയ്യത്ത് ചെയ്യാം, വുദൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നും നിയ്യത്ത് ചെയ്യാം. രണ്ടും സഹീഹാണ്. വുദൂ എന്ന ഫർള് എന്ന് പറഞ്ഞാൽ ഫർളിന് 2 അർത്ഥമുണ്ട്. എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും എന്ന അർത്ഥത്തിനൊരു ഫർളുണ്ട്. ആ അർത്ഥത്തിന് വുദൂ ഫർള് തന്നെയാണ്. മനസ്സിലായില്ലേ? വുദൂ ഷർത്താണെന്ന് പറഞ്ഞാൽ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ സഹീഹാവണമെങ്കിൽ വുദൂ വേണം. വുദൂ ഇല്ലെങ്കിൽ നിസ്കാരം സഹീഹാവില്ല എന്ന അർത്ഥത്തിൽ അത് ഷർത്താണെന്ന് പറയാം. എന്നാൽ ചെയ്താൽ കൂലി കിട്ടും, ചെയ്യാതിരുന്ന ഉച്ചെന്നുള്ള അഭിനഫവും ആണ്. മനസ്സിലായോ? അപ്പോ വുദൂ എന്ന ഫർള് എന്നും കരുതാം, വുദൂഇന്റെ ഫർള് എന്നും കരുതാം. രണ്ടും കരുതാം. നാവ് കൊണ്ട് പറയൽ രണ്ടും നിർബന്ധമില്ല കേട്ടോ. എന്താ അൻവർ സാഹിബിന് എന്തോ ഒരു ഇഷ്കാലുണ്ട്, മൈക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഈശ്വരി എടുത്ത് ചോദിച്ചാൽ ഈശ്വരി എന്നാലും മതി. നമ്മളെ അടുത്ത മെത്തേഡ് അനുസരിച്ച് ടെസ്റ്റിന് മറുപടി പറയലില്ല എന്നാണ് ആരായാലും. അപ്പൊ അത് വേറൊരാൾ എടുത്ത് ചോദിച്ചാലും മതി. നമ്മൾ ഇന്നയാൾ ചോദിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ചോദിക്കാലോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദിച്ചതാണോ? കുറെ മുമ്പ് അടിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, പിന്നെ ജനാബത്തുള്ള ഒരാള് കുളിക്കാൻ പറ്റാത്ത ഒരാളെ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് അൻവർ ചോദിക്കുന്നത്. അപ്പൊ അൻവറിനോട് പറയാൻ നിത്യം നമ്മളെ ക്ലാസ് റൂമിൽ വന്നാൽ ഇപ്പൊ സംശയം ഉണ്ടാവില്ല. അതിനു മുമ്പൊക്കെ കഴിഞ്ഞു പോയ പാഠങ്ങളൊക്കെ പറഞ്ഞു പോയിനെ കുറിച്ച്. ഏതായിരുന്നാലും അതാണ് അൻവറിന്റെ ചോദ്യം. ഉസ്താദെ, ജനാബത്തുള്ള ഒരാൾക്ക്, കുളിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ജനാബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മൈക്ക് വിട്ട്, എനിക്ക് വേറെ ചോദ്യം ഉണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് നിസ്കാരം ടൈമായി, ഞാൻ നിസ്കരിച്ച് വന്നിട്ട് ചോദിക്കാം. മൈക്കിൽ എന്തോ ഒരു പ്രശ്നം, അൻവറിന് എന്തോ മൈക്കിന് പ്രശ്നം. കാരണം എന്നേക്ക് എനിക്ക് മൈക്ക് കിട്ടാനാ പ്രശ്നം, മൈക്കിന് കിട്ടണില്ല. ജനാബത്തുള്ള ഒരാള് അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള ഒരാള് ഹൈലിൽ നിന്ന് ശുദ്ധിയായി, അല്ലെങ്കിൽ നിഫാസിൽ നിന്ന് ശുദ്ധിയായി, അല്ലെങ്കിൽ ജനാബത്തുണ്ടായി, പക്ഷെ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉദാഹരണം, കഠിനമായ പനിയാണെന്ന് ചോളി, വെള്ളം നനക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനത്തെ ഒരു സാഹചര്യം, വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയുള്ള ഒരു രോഗിയോ മറ്റോ പ്രതിബന്ധങ്ങളോ ഉള്ള ഒരു മനുഷ്യൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അയാൾ തയമ്മം ചെയ്ത് നിസ്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ായ ഫിഖ്ഹിന്റെ ഉലമാക്കളും അങ്ങനെ തന്നെയാണ്. തയമ്മം രണ്ടും ഒരു കണക്കാണ്. വുദൂവിന് വേണ്ടിയുള്ള തയമ്മം പോലെ
തന്നെയാണ് വലിയ ശുദ്ധിക്ക് വേണ്ടിയുള്ള തയമ്മവും. അതായത് വലിയ ശുദ്ധി ആണെങ്കിൽ നിസ്കാരത്തെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി മുഖം തടയുക, തൊഹൂറായ മണ്ണുകൊണ്ട് ഒരു പ്രാവശ്യം മുഖം തടയുക, അതുപോലെ തന്നെ പിന്നീട് ഒരു പ്രാവശ്യം അടിച്ചെടുത്ത് ആദ്യം വലത് കൈ മുട്ടുൾപ്പെടെയും പിന്നീട് ഇടത് കൈ മുട്ടുൾപ്പെടെയും തടയുക. അഥവാ വുദൂഇന് എങ്ങനെയാണോ നമ്മൾ തയമ്മം ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ കുളിക്ക് പകരവും തയമ്മം ചെയ്താൽ മതിയാവുന്നതാണ്. എന്നിട്ട് രണ്ടാമത് പിന്നെ വുദൂ മുറിഞ്ഞാലോ, പിന്നെ വുദൂ മുറിഞ്ഞാൽ സാധാരണ പോലെ വുദൂ എടുത്താൽ മതി, രണ്ടാമത് ജനാബത്ത് കുളി ആവർത്തിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് വുദൂഇന് വേണ്ടി നമ്മൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് രോഗം മാറിയാൽ പിന്നെന്താണ് പുതിയ നിസ്കാരത്തിന് വേണ്ടി മാത്രം വുദൂ ചെയ്ത് നിസ്കരിച്ചാൽ മതിയല്ലോ. എന്നതുപോലെ ജനാബത്ത് അല്ലെങ്കിൽ ഹൈള്, നിഫാസ് എന്നീ കാരണങ്ങൾക്ക് വേണ്ടി കുളിക്കേണ്ട സാഹചര്യം വന്ന് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. പിന്നീട് വുദൂ മുറിയുമ്പോൾ വുദൂ ചെയ്യുക. ഈ തയമ്മത്തോടുകൂടി വലിയ ശുദ്ധിയുടെ വിധി നീങ്ങുന്നതാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഒരു സംശയം കൂടി, അതായത് നമ്മൾ ഒരു സാധനം നമ്മൾ കൊടുത്തു, വില പറഞ്ഞ് സമ്മതിച്ച്, ഉദാഹരണം 1000 രൂപ പറഞ്ഞ് സമ്മതിച്ച് കൊടുത്തു. പക്ഷെ നമുക്ക് തിരിച്ച് അഡ്വാൻസ് ആയിട്ട് അദ്ദേഹം 100 രൂപ തന്നു. നമ്മൾ സാധനം കൊടുത്തു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് ആ സാധനം തിരിച്ച് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് വന്നു. എന്നാൽ ഞങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കണമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തീർച്ചയായിട്ടും ആ കച്ചവടം 3 ദിവസത്തെ ഷർത്ത് വെച്ചിരുന്നു. ആ 3 ദിവസത്തിനുള്ളിൽ കച്ചവടം പൂർത്തിയാക്കാൻ പറ്റാത്ത എന്തോ കാരണവശാൽ അദ്ദേഹം തിരിച്ചെന്നെ ആവശ്യപ്പെട്ടു, നമ്മൾ സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ അഡ്വാൻസ് ആയി തന്ന കാശ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ബൈഉൽ അർബൂൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ബൈഉൽ അർബൂൻ എന്ന് പറയുന്നത് ഇതിന് അച്ചാര കച്ചവടം എന്നാ. ഒരു ചെറിയ സംഖ്യ കൊടുക്കുക, എന്നിട്ട് കച്ചവടം ചെയ്യാം. എന്നിട്ട് ആ കച്ചവടം നിശ്ചിത ദിവസത്തിന് അതിൽ പൂർത്തിയാക്കാൻ പറ്റാതെ വരികയോ അതല്ലെങ്കിൽ കച്ചവടത്തിൽ നിന്നിട്ട് കക്ഷി പിന്മാറുകയോ ചെയ്താൽ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ഹലാലാവൂല. അല്ലെങ്കിൽ പിന്നെന്താക്കണം, നേരത്തെ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ലെങ്കിലും അവൻ പൊരുത്തപ്പെട്ടു തന്നു. സംഗതി എങ്ങനെയൊക്കെയാണ്, ഞാൻ ആ തന്ന 100 രൂപ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാങ്ങാം. അതല്ലാതെ ഈ കച്ചവടത്തിന്റെ ഭാഗം എന്ന നിലക്ക് ആ കാശ് നമ്മൾക്ക് ഹലാലാവൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഉസ്താദ്. ഉസ്താദ് 1-2 ചോദ്യമുണ്ട് PM-ൽ വന്നു നിന്നത്. എല്ലാവർക്കും ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരാള് നേർച്ചയാക്കി അറിവ് നടത്താൻ വേണ്ടി അദ്ദേഹം എന്തോ ഒരാവശ്യം ഹസ്ലാവാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയതാണ്. അദ്ദേഹത്തിന് അത് റെഡിയായി. അപ്പൊ അദ്ദേഹം അറിവ് നടത്തുന്ന സമയത്ത് അദ്ദേഹവും കുടുംബവും ഏതായാലും എടുക്കൂല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് അറിവ് നടത്തുക. അപ്പൊ അയൽവാസികൾക്കൊക്കെ പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും കൊടുത്തൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കൂടുതൽ പരിഗണന പാവപ്പെട്ടവർക്ക് കൊടുക്കാം, അത് പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരും. നേർച്ചയാക്കിയത് ധർമ്മം ചെയ്യൽ വുജൂബാവുന്നതിൽപ്പെട്ടതാ. നേർച്ചയാക്കി വുജൂബായത് പ്രത്യേകം നിബന്ധനയില്ലെങ്കിൽ അവനാൻ എടുക്കാൻ പാടില്ല എന്ന മാത്രമല്ല, സാധാരണഗതിയിൽ ഉദൂഹിയത്ത് പോലെയുള്ള നേർച്ചകളിൽ പെട്ടാൽ അഖീഖത്ത് ഉദൂഹിയത്ത് പോലത്തതാണെങ്കിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാർക്കും എടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, സാമ്പത്തികമായ ശേഷിയുള്ള ഫക്കീർ മിസ്കീന്മാർ അല്ലാത്തവർക്ക് കൊടുക്കാനും പാടില്ല എന്നാണ്. എന്നാൽ എല്ലാ നേർച്ചക്കും ആ നിയമം ബാധകമല്ല. ഉദാഹരണം, നാട്ടു നടപ്പനുസരിച്ച് ഒരു മൃഗത്തെ ബലിയറുത്ത് ദാനം ചെയ്യാൻ നേർച്ചയാക്കി ഉദൂഹിയത്തും ഹഖീഖത്തൊന്നുമല്ല. പക്ഷെ അവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ മൃഗത്തെ ബലിയറുത്ത് ധർമ്മം ചെയ്യുമ്പോൾ മുതലാളിമാരെന്നോ സാധുക്കളെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായി എല്ലാവർക്കും കൊടുക്കലാണ് പതിവ് ആദത്തുള്ളത്. എങ്കിൽ ആ ആദത്തനുസരിച്ച് അത് മുഴുവനായി സ്വതക്ക ചെയ്യാം. പക്ഷേ എന്നാലും അവിടെ സൂക്ഷ്മതയും നല്ലതും ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കലാവുന്നു.
അതേ സമയത്ത് ഉബൂയ്യത്തോ ഹഖീഖത്തോ ആണെങ്കിൽ അവിടെ ഫക്കീർ മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം, അല്ലാതെ പറ്റൂല. മറ്റേത് പറഞ്ഞത് അങ്ങനെ പ്രത്യേക വ്യവസ്ഥയില്ലാതെ ഉറുഫ് അഥവാ നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങനെയുള്ള നേർച്ച സാധാരണ അവിടെ കഴിവുള്ളവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുക്കലാണ് നാട്ടുപതിവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ മൃഗത്തെ അറുത്ത് ധർമ്മം ചെയ്യാൻ നേർച്ചയാക്കി എന്നും പൊതുവായി മുത്തലക്കായ നിലക്കാണ് നേർച്ചയാക്കിയതെങ്കിൽ നാട്ടു ഉറുഫ് അനുസരിച്ച് കഴിവുള്ളവർക്കും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സൂക്ഷ്മത ഫക്കീർ മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കുന്നതിന് ആണ്. അസ്സലാമു അലൈക്കും. അതെ, എനിക്കൊരു സംശയം, എന്നോള്ള സംശയമാണ്. ഇപ്പോ വ്യാപകമായിട്ട് പണ്ഡിതന്മാരെയും സെയ്തന്മാരെയൊക്കെ ഫോട്ടോകൾ ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു വിധി ഞാൻ STV ചോദിച്ചിരുന്നു, ആ പുസ്തകത്തിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു വിധി കറക്റ്റായിട്ട് ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതും കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അതിപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് ഇപ്പൊ വല്ല മാറ്റം വരുമോ? നമ്മൾക്ക് സൂക്ഷിക്കാല്ലേ. സൂക്ഷ്മതയുടെ ബാബ് പൂർണ്ണമായ ഫോട്ടോ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ജീവൻ നിലനിൽക്കാത്ത നിലക്കുള്ള ഫോട്ടോ വരുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ജീവൻ നിലനിൽക്കാത്ത നിലക്ക്, അതായത് ഹാഫ് ഫോട്ടോ, തല മാത്രമുള്ള ഫോട്ടോ തുടങ്ങിയ ജീവൻ നിലനിൽക്കാൻ സാധ്യത ഇല്ലാത്തതാണെങ്കിൽ അത് ഹറാമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നാലും പൊതുവിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മഹാന്മാരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുക എന്നത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, കല്ലേരിക്ക് ഒന്ന് രണ്ട് സംശയം കൂടി കൂടുണ്ട് അറിഞ്ഞാൽ എനിക്ക് കല്ലേരി അവിടെ മുണ്ടാതെ കുത്തരണ കല്ലേരിയ, പിന്നെ ആള് കാത്തുക്കോ, വേഗം വന്നാ കിട്ടുന്നല്ലാതെ കാത്തുക്കൂല. പിന്നെ ഉടനെ ആയതുകൊണ്ട് ചാടി എന്ന് പറയില്ല. ഇനി ഇപ്പം ഒരാളെ ഇടയ്ക്ക് കയറിയതുകൊണ്ട് കല്ലേരി വയ്ക്കില്ല. ഇനി ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദെ, ഇപ്പൊ നമ്മൾ സാധാരണ ടാപ്പിന് താഴെ ഒരു ബക്കറ്റ് വെക്കാറുണ്ടല്ലോ, ആ ബക്കറ്റിൽ നിന്ന് നമുക്ക് അറിയില്ല അതിൽ പിന്നെ നഴ്സായോ ആയില്ലേ എന്ന്. സാധാരണ കുട്ടികളൊക്കെ അതിൽ കയറാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ വെള്ളം തീർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒലു എടുക്കാൻ പറ്റുമോ? ഒലു എടുത്താൽ ഒലു സ്വീകരിക്കോ? ഓക്കെ, അസ്സലാമു അലൈക്കും. നജസില്ല, കുട്ടികൾ കൈയിട്ട് എന്നതുകൊണ്ടോ ഇനി മുതിർന്നവർ കൈയിട്ട് എന്നതുകൊണ്ടോ വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നജസില്ല എന്ന നിലക്കായിരിക്കും. കുട്ടികളുടെ കയ്യിൽ നജസ് ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അങ്ങനെ നജസോട് കൂടിയാണ് കുട്ടികൾ കൈയിട്ടത് എങ്കിൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ നജസായി പോവും. അതില്ല, കുട്ടികളുടെ കയ്യിൽ നജസില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം എങ്കിൽ അതിൽ കൈയിട്ട് എന്നതുകൊണ്ട് ഉദു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കല്ലൂർ ഉസ്താദിനോട് മൈക്കിൾ പറഞ്ഞോണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയുണ്ടായിരുന്നു. മദീനയിൽ പോകുന്നതിന് മുമ്പ് ജിദ്ദയിൽ നിന്ന് ഒന്ന് മക്കത്ത് പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമുണ്ടായി ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ അതൊന്നും ശരിയായിരിക്കും. അതിന്റെ കൂടെ ഇപ്പൊ സമയമില്ല, ഉസ്താദിന് സമയമില്ല, എനിക്കും സമയമില്ല. ഒരു ചോദ്യം പറഞ്ഞ ഇത് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേ വല്ല ചടങ്ങും കഴിക്കണോ എന്ന് സംശയം ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്, അടുത്ത ചോദിക്കാം. ഓക്കെ, 2 ചോദ്യം ചോദിച്ച ഉസ്താദ് ക്ഷമിക്കണം. ഒന്ന്, ജിദ്ദയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ജിദ്ദ ഇരുന്ന് പിന്നെ എഴുന്നേൽക്കുമ്പോൾ വല്ല ചടങ്ങും ഉണ്ട് എന്നാണ്. ഓക്കെ, വിശദീകരിച്ച ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഇഹ്റാം ചെയ്യാതെ വന്ന ആ വ്യക്തി മക്കയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഉംറ ഉദ്ദേശമുള്ള ഒരാള് ഇഹ്റാം ചെയ്യാതെ മക്കയിലേക്ക് പോകൽ ഹറാമാണ്. പക്ഷേ മക്കയിൽ പോയെങ്കിലും ആ പ്രാവശ്യം അവിടെ വെച്ച് ഉംറ ചെയ്തിട്ടില്ല. ഉംറ ചെയ്യാതെ അവര് മദീനയിൽ പോയി. മദീനയിൽ നിന്ന് വരുന്ന സമയത്താണ് ഉംറ ചെയ്തു പോകുന്നത് എങ്കിൽ ഉംറ സഹീഹാണ്, ഇഹ്റാമും സഹീഹാണ്, പ്രത്യേകിച്ച് ഫിദിയൊന്നും വേണ്ടതുമില്ല. എങ്കിലും നേരത്തെ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന് ഇഹ്റാം ചെയ്യാതെ പരിശുദ്ധമായ മക്കയിലേക്ക് പോയത്, ഇഹ്റാമിലല്ലാതെ പോയത് തെറ്റാണ്.
അത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ മതി. അത് തെറ്റാണ്, അതറിയാതെ അങ്ങനെ പറ്റിപ്പോയി, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവർ അതിന് പൊറുക്കലിനെ തേടുക. പക്ഷെ ആ പോക്കിൽ ഉംറ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ മക്കയിൽ വെച്ച് തന്നീമിലോ മറ്റോ പോയി ഇഹ്റാം ചെയ്തും ഉംറ ചെയ്തിട്ടില്ല, നേരെ മദീന പോയിട്ടാണ് ഇഹ്റാം ചെയ്തു വന്നത്, എങ്കിൽ ഫിദിയ വേണ്ട, ഉംറ സഹിയാണ്. എങ്കിലും ഉദ്ദേശമുള്ള ഒരാള് മീഖാത്ത് വിട്ടുകിടന്ന് മക്ക ഷരീഫിലേക്ക് ഇഹ്റാമിലല്ലാതെ പോയി എന്നത് ഹറാമാണ്. ആ ഹറാം അറിയാതെ പറ്റീന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. ഓക്കെ. പിന്നെ ഇദ്ദ കഴിയുന്ന സ്ത്രീ പ്രത്യേകിച്ച് ഒരു ചടങ്ങും ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? ജാഹിലിയ കാലത്ത് എന്തൊക്കെയോ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടത്തുന്ന ചില ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ചടങ്ങും ഇദ്ദ കഴിയുന്ന സ്ത്രീക്ക് പ്രത്യേകം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അത് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയ ഇദ്ദ കഴിയുകയാണെങ്കിലും കണക്കാണ്, ഭർത്താവ് വഫാത്തായതിന്റെ ഇദ്ദയാണെങ്കിലും കണക്കാണ്. ഇദ്ദ കഴിയുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ പ്രത്യേകം ഒരു ചടങ്ങും ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഹബീബായ റസൂലുള്ളാഹിന്റെ കൈവിരലിൽ കൂടി നിർഗളിച്ച വെള്ളമാണ് എന്ന് പറയപ്പെടും എന്ന് നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ വെള്ളം ഇന്ന് ലോകത്ത് കിട്ടാനുണ്ടോ? അങ്ങനെ കിട്ടാനുണ്ട്. അത് ഒരു തടാകമോ കിണറോ ഉണ്ട് എന്ന് ഒരാള് ഒരു ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് കേട്ടതായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ എന്ന് ഉസ്താദിനോട് ഒരു സംശയം ചോദിക്കുകയാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിൽ നിന്നും ഉറവ് പൊട്ടി വന്ന ആ വെള്ളമാണ് അള്ളാഹു സൃഷ്ടിച്ച വെള്ളങ്ങളിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ടത് എന്നത് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത് ഇന്ന് എവിടെയെങ്കിലും തടാകത്തിലോ കിണറ്റിലോ ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല എവിടെയും. മനസ്സിലായില്ലേ? രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഉറവ് പൊട്ടിയത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള സംസമാണ്, അതുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിച്ച് ആ വെള്ളം ഒഴിച്ച കിണറുകൾ ഒന്നിലധികമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജെറാനയിലെ കിണർ. ജെറാനയിൽ കിണർ വളരെ തുച്ഛം മാത്രം വെള്ളമുണ്ടായിരുന്നു. 12,000-ഓളം വരുന്ന ബഹുമാനപ്പെട്ട സഹാബാക്കിറാമുകൾ അവിടെ തമ്പടിച്ചപ്പോൾ അവർക്ക് വെള്ളത്തിന്റെ ദൗർബല്യം അനുഭവപ്പെട്ടപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഷറഫാക്കപ്പെട്ട അവയവങ്ങളിൽ വുദൂ ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ചെയ്ത വെള്ളം ഒരു ബക്കറ്റിലാക്കി ആ കിണറ്റിലേക്ക് ഒഴിക്കാൻ കൽപ്പിക്കുകയും അതിനനുസരിച്ച് സഹാബത്ത് അതിൽ ഒഴിക്കുകയും ചെയ്തപ്പോൾ ധാരാളമായി വെള്ളം ഉണ്ടാവുകയും നല്ല ശുദ്ധജലമായി തീരുകയും ചെയ്തു. അങ്ങനെ ജെറാനയിലെ കിണർ എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഹുദൈബിയയിൽ വന്നപ്പം അവിടെ ഒരു കിണറ്റിൽ വെള്ളം അല്പം മാത്രമുണ്ട്. സഹാബത്ത് 1500-ഓളം സഹാബത്തുണ്ട്. അവർക്ക് കുടിക്കാനും വുദൂ ചെയ്യാനും ഒന്നും വെള്ളമില്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആവനാഴിയിൽ നിന്നിട്ട് ഒരു അമ്പ് എടുത്തു കൊടുത്ത് ആ അമ്പ് താഴെ ആ വെള്ളം വരുന്ന സ്ഥലത്ത് കുത്തിക്കൊടുക്കാൻ പറഞ്ഞു. അത് കുത്തിക്കൊടുത്തപ്പോൾ ധാരാളമായി വെള്ളം ഉറവ് പൊട്ടി. ആ കിണറിലെ വെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിച്ച വെള്ളം ശേഖരിക്കപ്പെട്ട കിണറോ തടാകമോ ഉള്ളതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എൻ്റെ ഒരു ഹബീബ് എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ട് കുറച്ച് കാലങ്ങളായി. ആ രൂപത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലത് കൈ ഈ വസൂരിയൊക്കെ പിടിപെട്ട പോലെ ചേതനമറ്റി കിടക്കുകയാണ്.
അപ്പോൾ എന്തൊക്കെ വെറുങ്ങലിച്ച കോലങ്ങളും രൂപങ്ങളിലും ആണുള്ളത്. അപ്പൊ ഫുൾ കൈയിട്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും അറിയാൻ കഴിയൂല. അപ്പോ ആ രൂപത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഈ ലോട്ടറി അദ്ദേഹത്തിന്റെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ചിലതൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും കഴിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും മൊബൈലിൽ അങ്ങനെ മൊബൈൽ ബിസിനസ്സോ അങ്ങനെ വേറെ മറ്റുള്ള ഷോപ്പുകളൊക്കെ ബിസിനസ് ചെയ്യാമല്ലോ, ഈ ബിസിനസ് തന്നെ ചെയ്യണമെന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കൂടുതൽ ഏശിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിട്ടുനിന്നിട്ട് എന്റെ കൂടെ ഉത്തരം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറെ ദിവസമായിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഉസ്താദ് അതിന് ആവശ്യമായ രൂപത്തിൽ ഉസ്താദ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടി മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹലാലായ മാർഗത്തിൽ അല്ലാഹു തആല ഹൈറായ നിലക്കുള്ള റിസ്ക് വിശാലമാക്കി തരുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഹറാമിൽ നിന്നും അല്ലാഹു തആല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരനോടും അതുപോലെയുള്ള മറ്റു സുഹൃത്തുക്കളോടും ഉണർത്താനുള്ളത്, അല്ലാഹു തആല നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തരും. അതിൽപ്പെട്ടതാണ് ചില അവയവങ്ങൾ ഉപയോഗശൂന്യമായി പോവുക, ഒരു കയ്യിൽ സ്വാധീനമില്ലാതെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പല ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ അദ്ദേഹം കണ്ടെത്തിയ ഒരു തൊഴിൽ മാർഗം, ജീവിതമാർഗം എന്ന നിലക്ക് അദ്ദേഹം ലോട്ടറി ബിസിനസ് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളതും അള്ളാഹു ഹലാലാക്കിയതുമായ ഹൈറായ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട്. കാരണം നമ്മൾ ഹലാലായ മാർഗത്തിലല്ലാതെ ചൂതാട്ടത്തിന്റെ വകുപ്പിൽ ഖുർആൻ പറഞ്ഞ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു, മദ്യവ്യാപാരം പോലെ തന്നെയാണ് ഈ ലോട്ടറി ഭാഗ്യ പരിശോധന നടത്തുന്ന ലോട്ടറികൾ ഉൾപ്പെടുന്ന ചൂതാട്ടവും അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്. അതൊക്കെ റിജ്സും മാലിന്യങ്ങളാണെന്നും മിൻ അമലി ശൈത്വാൻ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണെന്നും ഖുർആൻ തുറന്നു പറഞ്ഞുകൊണ്ട് പറയുന്നു. ഫജ്തനിബൂഹു, അള്ളാഹുവിലും റസൂലിലും നാളെ പരലോകത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ, ഈ പിശാചിന്റെ പ്രവൃത്തിയാവുന്ന ഈ അഴുക്ക് നിങ്ങൾ വെടിയുകയും എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. അപ്പൊ അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, നമ്മുടെ മക്കളെ അതുകൊണ്ട് പോറ്റാനും പറ്റില്ല. കുല്ലു ലഹ്മിൻ നബത മിനസ്സുഹത്തി ഫന്നാറു ഔലാ ബിഹാ എന്ന് ഔലാ ബിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹറാമ് ഭക്ഷിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഏതൊരു മാംസവും നരകത്തിൽ പോകാനാണ് ഏറെ യോഗ്യത എന്ന്. അപ്പം ഹറാമ് ഭക്ഷിച്ച് നമ്മളെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഹറാമ് തീറ്റിച്ച് അവരെയും കൂടി നരകത്തിലാക്കാൻ കാരണമായ അള്ളാഹിന്റെ അടുക്കൽ വലിയ കുറ്റക്കാരായി പോവും നമ്മൾ. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട ആ സഹോദരനോട് മാത്രമല്ല നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും ഉണർത്തുകയാണ്. ഇവിടെ ഉണ്ട് ഇനി ഒരിക്കൽ സോപ്പ് പൊടി കച്ചവടം എന്ന് പറഞ്ഞിട്ടൊരു ചെയിൻ ബിസിനസ്, അങ്ങനെ പല തരത്തിലുള്ള മണിച്ചെയിൻ തുടങ്ങിയിട്ടുള്ള ചെയിൻ ബിസിനസ്സുകൾ, ഒരുപാട് ഹറാമായ ബിസിനസ്സുകളുണ്ട്. അതിലൊക്കെ ചതിയും വഞ്ചനയും വ്യാമോഹവും, ലോട്ടറിയിലൊക്കെ കേവല വ്യാമോഹമാണ്. അത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണ്, അത് നമുക്ക് ഹലാലല്ല. അതിനേക്കാൾ എത്ര ഹൈറായ മാർഗമാണ്. നിങ്ങൾ കുറച്ച് കാശ് സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളോട് കുറച്ച് കാശ് സംഘടിപ്പിച്ച് ഈ കാർഡ് കച്ചവടം ചെയ്തോളിയും. മൊബൈൽ കാർഡ് വിൽക്കാൻ അതിനിപ്പം അധ്വാനമൊന്നുമില്ലല്ലോ. മൊബൈൽ കാർഡ് അതിന്റെ ഒരു നിശ്ചിത ലാഭം കിട്ടും, ഇതിനെക്കാട്ടിലും വരുമാനം ഉണ്ടാവും. ഹലാലായി അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ല. നമ്മക്കും ഹലാലാവും, നമ്മളെ മക്കൾക്ക് തീറ്റുന്നതും ഹലാലാവും. അതുപോലെ തന്നെ മൊബൈൽ കച്ചവടം പറഞ്ഞതുപോലെ മറ്റൊരു കച്ചവടം. ഇങ്ങനെ നമുക്ക് തടി അധ്വാനമില്ലാതെ ഈ ഒരു കൈ സ്വാധീനം ഇല്ലാത്തവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹലാലായ ഒരുപാട് പണികളുണ്ട്. അത്തരം ജോലികൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചോനെ എനിക്ക് മറ്റുള്ളവരെ പോലെ രണ്ട് കൈ കൊണ്ട് അധ്വാനിക്കാനുള്ള കഴിവില്ലാത്തവരാണെന്ന് നിനക്കറിയാമല്ലോ അള്ളാഹ്. എന്റെ ഒരു കൈ സ്വാധീനമില്ലാത്തത് കൊണ്ട് എനിക്ക് പല ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഹറാമായ ജോലിയിൽ നിന്നിട്ട് നിന്നെ പേടിച്ച് ഒഴിവായി ഈ ജോലി ചെയ്യുന്നു, ഇതിന് നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം, എനിക്കും എന്റെ കുടുംബത്തിനും ഇതുകൊണ്ട് ബർക്കത്ത് ചെയ്യണം എന്ന് ദുആ ചെയ്യുക. ആ നിലക്ക് ഒന്നിരിക്കലും മൊബൈൽ കാർഡ്
അതല്ലെങ്കിൽ മൊബൈല് തുടങ്ങിയ ഇനി വേറെ അതുപോലെ പല കാര്യങ്ങളുണ്ട്. തടിയധ്വാനമില്ലാതെ ഒരു കൈ സ്വാധീനമുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഹലാലാവും, നമ്മളെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന ഭക്ഷണവും ഹലാലാവും. മറിച്ചാണെങ്കിൽ നമ്മൾ ഹറാമ് തിന്ന് നരകത്ത് പോകുന്നത് മാത്രമല്ല, നിരപരാധികളായ നമ്മളെ പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയെയും കൂടി നരകത്തിൽ പോകാൻ ഫന്നാറു ഔലാദിഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഹറാമ് തിന്ന് വലുതായാൽ ആ മാംസം നരകത്തിൽ പോകാനാണ് ഏറ്റവും അർഹത. അങ്ങനെ നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യനെയും കൂടി നമ്മൾ നരകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നാൽ നാളെ ബഹ്ശറയിൽ അവര് നമ്മൾക്കെതിരിൽ സാക്ഷി പറയും. പടച്ചോനെ, വിചാരണ ചെയ്യുന്ന സമയത്ത് അക്കടപാടുകൾ ചോദിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മുടെ ഭാര്യയും മക്കളും വന്നിട്ട് പറയും, പടച്ചോനെ, ഹലാലായ മാർഗത്തിൽ റിസ്ക് തരാൻ കടമപ്പെട്ട ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങൾക്ക് ഹറാമാണ് തന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഹലാലായ അവകാശം അയാളിൽ നിന്നിട്ട് വാങ്ങിത്തരണമെന്ന് പറയുകയും അന്നത് കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്ത സ്വാധീനമായ വല്ല അമലുകളും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കേണ്ടി വരികയും അതില്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളിൽ നിന്നിട്ട് നമ്മൾ ഏൽക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ നമ്മൾ അവരെ പോറ്റി അവർ ജീവിച്ചതിന് പുറമെ അവർ ചെയ്ത തെറ്റും കൂടി നമ്മളുടെ പെരടിയിലേറി നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലാലായ മാർഗത്തിൽ തന്നെ അള്ളാഹു തആല ഏത് വയ്യാത്ത ആളുകൾക്കും ഹലാലായ മാർഗത്തിൽ തന്നെ ജീവിതമാർഗം അള്ളാഹു തആല എളുപ്പമാക്കി തരും. നമ്മളെ നിയ്യത്താണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല ഹൈറായ ഹലാലായ ഒരു മാർഗത്തിലുള്ള നല്ല ഹൈറായ ബറക്കത്തുള്ള ഒരു ജീവിതമാർഗം അള്ളാഹു തആല പ്രിയപ്പെട്ട സഹോദരനെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഹറാമായ ഇത്തരം ഏർപ്പാടുകളിൽ നിന്നിട്ട് വിട്ടുനിൽക്കാൻ നമുക്കൊക്കെയും ആ സുഹൃത്തിനും അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് മൈക്ക് കൈമാറും. കേൾക്കുന്നുണ്ടല്ലേ? പിന്നെ എന്റെ ചോദ്യം, പിന്നെ ഈ ഹൈലുള്ള സ്ത്രീകൾക്ക് ഈ ഹൈദ് സമയത്ത് പിന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ക്ലാസ്സിന് പോക്കില്ലായിരുന്നു. അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞു, പിന്നെ ഇത് കൈക്ക് സോക്സ് ഇട്ടിട്ട് പിന്നെ വരുന്ന കൊണ്ട് പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹുക്കുമൊന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. പടച്ചോനെ, ഹൈലുള്ള സമയത്ത് മുസ്ഹഫ് തൊടലും ചുമക്കലും ഹറാമാണ്. അത് കൈക്ക് ഉറയിട്ട് കൊണ്ടാണെങ്കിലും ബോക്സ് പെട്ടിക്കകത്ത് വെച്ചതാണെങ്കിലും ഖുർആൻ തൊടലും ചുമക്കലും കടുത്ത ഹറാമാണ്. തന്നെയല്ല, ഓതലും ഹറാമാണ്. പിന്നെ അവർക്ക് എന്ത് ചെയ്യാ? മറ്റുള്ളവർ ഓതുന്നിടത്ത് അവര് മുസ്ഹഫ് മറച്ചു വെച്ചാൽ അതിൽ നോക്കാം. ഒച്ചത്തിൽ ഓതാതെ മനസ്സുകൊണ്ട് ഓതുകയോ ശരീരം കേൾക്കാത്ത നിലക്ക് നാവ് അനക്കിക്കൊണ്ട് ഓതുകയോ ചെയ്യാം. പക്ഷേ സ്വശരീരം കേൾക്കത്തക്ക നിലക്ക് ഖുർആൻ നോക്കിയോ നോക്കാതെയോ ഓതൽ ഹറാമാണ്, മുസ്ഹഫ് തൊടൽ ഹറാമാണ്, മുസ്ഹഫ് ചുമക്കൽ ഹറാമാണ്. ദിക്റിന്റെ നിയ്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ദിക്റാ പഠിക്കുന്നത്, ഖുർആൻ തന്നെയല്ലേ. അതൊന്നും പടച്ചോന് മസാല അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ പഠിക്കാൻ പോവുകയോ പഠിപ്പിക്കാൻ പോവുകയോ ചെയ്യുന്നവർക്ക് ഹൈള് നിഫാസ് എന്നുള്ള സമയത്ത് എന്നിവ ഉള്ള സമയത്ത് ഹിഫ്ള് മറന്നു പോകുന്നതിന് കൽബിൽ ഖുർആൻ നടത്താം, മുസാഫിലേക്ക് നോക്കാം, അതിലൂടെ നാവനക്കിക്കൊണ്ട് ശബ്ദം പുറത്തു വരാത്ത നിലക്ക് പാരായണം ചെയ്യാം. ശബ്ദം ശരീരം കേൾക്കുന്ന നിലക്ക് ഓതുന്നത് ഹറാമാണ്. സോക്സല്ല, കയ്യുറയിട്ടുകൊണ്ട് തൊടലും ചുമക്കലും ഹറാമാണ്. ഇതാണ് ഷാഫി മദ്ഹബ്. അതേ സമയത്ത് നേരത്തെ തന്നെ ഹുഫന്റെ മസല പറഞ്ഞതുപോലെ ഈ ആഖിർ സമാന്റെ ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽപ്പെട്ട ചില വിവരം കെട്ട സാധുക്കള് എന്തൊക്കെയോ ഫത്വ എന്ന പേരിൽ ഇറക്കി വിടുന്ന ചില ഫിത്നകളുടെ പേരിൽ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ആരും ഉത്തരവാദികളല്ല. പടച്ചോനെ പേടിയുള്ളവർ സൂക്ഷിക്കുന്നത് നന്ന് എന്ന് മാത്രം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഉസ്താദ്. ഉസ്താദെ, അടുത്ത ചോദ്യം, പഴയ ഖുർആന് അതുപോലെ തന്നെ പിന്നെ നല്ല പേരുകൾ എഴുതിയ പിന്നെ കടലാസുകൾ, അതുപോലെ തന്നെ ഹദീസിന്റെ കടലാസുകൾ
ഇത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്നാണ് ഉസ്താദിന്റെ അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ എഴുതപ്പെട്ട കടലാസുകൾ, അതല്ലെങ്കിൽ ഹദീസ്, അതല്ലെങ്കിൽ ദിക്ർ ദുആകൾ പോലെയുള്ള ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ എഴുതപ്പെട്ട കടലാസുകൾ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ബഹുമാനപൂർവ്വം എടുത്ത് സൂക്ഷിക്കുക. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കണക്കിലേറെ അത് സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ വെള്ളത്തിൽ തൊഹൂറായ വെള്ളം പോലെ, കിണർ കുളം പോലെയുള്ള ഒലിച്ചു പോകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കനമുള്ള കല്ല് പോലത്തത് കെട്ടിയിട്ട് വെള്ളത്തിൽ താഴ്ത്തി വെക്കൽ, അതാണ് ഏറ്റവും നല്ല മാർഗം. അതിന് സൗകര്യപ്പെടാത്ത ഫ്ലാറ്റ് സംസ്കാരത്തിലാണെങ്കിൽ നജസില്ലാത്ത സ്ഥലത്ത് വെച്ച് നന്നായി കരിച്ച് വെണ്ണീറാക്കി കളയുകയും ചെയ്യാം. വെള്ളത്തിൽ കെട്ടിത്താഴ്ത്താനോ ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാനോ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് രണ്ടിനും പറ്റാത്ത സാഹചര്യത്തിൽ നജസില്ലാത്ത സ്ഥലത്ത് വെച്ച് കരിച്ച് വെണ്ണീറാക്കി കളയുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, അടുത്ത ചോദ്യം വന്നത് എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഈ ആദ്യത്തെ അത്തഹിയ്യാത്തില് സലാത്ത് ഓതുന്ന റസൂലുള്ളാഹി സുന്നത്തിന്റെ കുടുംബത്തിന്റെ സലാത്ത് ഓതുന്നതിന്റെ വിധി ഹറാമാണെന്ന് എവിടുന്നോ കേട്ടു. ഇപ്പൊ അടുത്ത് ഒരാൾ അത് മനഃപൂർവ്വം കേട്ടോ, മനഃപൂർവ്വം അത് ഓതല് ഹറാമാണെന്ന് ഇതിനു മുമ്പ് കേട്ടു. ഇപ്പൊ അടുത്ത് ഏതൊരു ഉസ്താദ് കറാഹത്താണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുആസിത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനഃപൂർവമാണെങ്കിലും അല്ലെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ആദ്യത്തെ തഹിയ്യാത്തിൽ സ്വലാത്ത് ചെല്ലൽ ഹറാമാണെന്ന് ഷാഫി മദ്ഹബിൽ പ്രബലരായ ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഷാഫി മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ കറാഹത്താണ്, നല്ലതല്ല, അത്രയേ ഉള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചെല്ലുന്നത് പോലെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. പക്ഷേ മുഅ്തമദ് കുടുംബത്തിന്റെ മേൽ ആദ്യത്തെ തഹിയ്യാത്തിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്തില്ല എന്നാണ്. മനഃപൂർവ്വം അത് ചെല്ലൽ കറാഹത്താവും എന്നുമാണ്. തന്നെയല്ല, സൈവിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ട കാരണമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒക്കെ അതിനെ എണ്ണിയിട്ടുമുണ്ട്. എന്നല്ലാതെ ഹറാമാണ് എന്ന് പറഞ്ഞത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്രയല്ലേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് പറയാൻ എല്ലാം കണ്ടോലല്ലേ ഒക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഷാഫി മദ്ഹബിൽ മുഅ്തമദായിട്ട് എവിടെയും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. അബൂദ മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എടുത്തത്. അത് വേറൊരു ഫിഖഹിന്റെ അല്ല, താരീഖായിട്ട് ബന്ധപ്പെട്ടാണ് ഒരാൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായതാണ്. അതായതിപ്പോ പല ആളുകളും, പല ഉസ്താദുമാരും പ്രാസംഗികന്മാരൊക്കെ തന്നെ അവരുടെ അതിലും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഗാർ ഹിറായിലേക്ക് പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ കയറിയിരുന്നു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് പല പ്രസംഗത്തിലും. പക്ഷെ ബുഖാരിയിലൊക്കെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യമാവുന്ന ഭക്ഷണം ശേഖരിച്ചു പോവാറുണ്ടായിരുന്നു, പിന്നീട് റസൂൽ തന്നെ ഭക്ഷണമായിട്ട് പോവാറുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഖദീജ ബീവി കയറിയതായ നിലയ്ക്കുള്ള ഏതെങ്കിലും ചരിത്രത്തിലോ ഏതെങ്കിലും ഉസ്താദ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും. ഇന്നഹാ ഖദീജത്തുൽ കുബറ, മഹാനായ അബ്ദു യമാനിയുടെ സീറത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ എന്ന ഖദീജ ബീവിയെ കുറിച്ച് എഴുതിയ പുസ്തകത്തില് അദ്ദേഹം ഉദ്ധരിച്ചത് കാണാം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ പുറപ്പെടുകയും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന സമയത്തിനിടയിൽ കണ്ടുമുട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയും ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹല്ലയുടെ അല്പം അപ്പുറത്തായി ജബലുൻ നൂറിൽ നിന്ന് അഥവാ ഹിറയിൽ നിന്നിട്ടും വരുന്ന വഴി മധ്യേ ഉള്ള സ്ഥലം.
അങ്ങനെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ യമാനി സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫയിൽ പറഞ്ഞതായി ഒരു ഓർമ്മ ഉണ്ട്. പിന്നെ കൂടുതൽ അതിനെ പറ്റിയിട്ട് അങ്ങനെ ചിന്തിക്കൽ കുറവാണല്ലോ. ഞാൻ നിങ്ങൾക്കറിയാലോ, അതിന് സമയം താരീഖൊക്കെ പറയാൻ അത് കൂടുതൽ ആഴത്തിലൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ കിട്ടും. ഉമ്മഹാത്തുൽ മോമിനീങ്ങളെ സംബന്ധിച്ച് വിശദീകരമായിട്ട് സ്വന്തം പറഞ്ഞതുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ എവിടോ പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഇതൊന്ന് നോക്കിയാൽ, സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ നോക്കിയാൽ കാണാം, ഇങ്ങനെ വഴിമധ്യേ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്തു എന്ന്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പോകലുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു ചോദ്യം ഇവിടെ വന്നത് കുറെ നേരത്തെ വന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് ചോദ്യം വന്നു കിടക്കുന്നുണ്ട്. അപ്പൊ മുൻഗണന അനുസരിച്ചാണ് ചോദിക്കുന്നത്, മറ്റുള്ളവർ ക്ഷമിക്കുക. പിന്നെ നിസ്കാരത്തില് ഖുർആൻ ഓതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് നിസ്കാരത്തിലും അങ്ങനെ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ചോദ്യം. ഏതായിരുന്നാലും ഖുർആൻ ഓതുമ്പോ, നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നമ്മൾക്ക് കിട്ടും. ഈ ചോദ്യം ഉണ്ട്. പ്രത്യേകം സുന്നത്തുള്ളതായി കണ്ടിട്ടില്ല. നിസ്കരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഖുർആൻ നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്തായി മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ഇനി സക്കി ഉസ്താദോ അതല്ലെങ്കിൽ ചെറുപ്പ് ഉസ്താദോ എവിടെയെങ്കിലും കണ്ടത് ഓർമ്മ ഉണ്ടെങ്കിൽ അത് അവര് ഇവിടെ ടെസ്റ്റ് ചെയ്താൽ അപ്പൊ അതിനനുസരിച്ച് പറയുകയും ചെയ്യാം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കിഷോരി ഉസ്താദ് റിവൈസ് എടുക്കാത്തോണ്ടാണ് ഒന്നാം മൈക്കിലേക്ക്. ഉസ്താദ് ഇപ്പോ കിഷോരി ഉസ്താദ് ചോദിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ്. ഉസ്താദ് പറഞ്ഞു വെച്ചാല് പിന്നെ ഉസ്താദ് അത് സുന്നത്താണെന്ന് എവിടെയും കണ്ടിട്ടില്ല. അപ്പോ പുറത്തുനിന്ന് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഒരാള് അഥവാ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ നിസ്കാരത്തിന്റെ കോട്ടമൊന്നും വരൂല എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നത്തില്ല എന്നുള്ളത് സുന്നത്തുണ്ട് എന്ന് എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് സുന്നത്തില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ കല്ലേരിന്റെ ചോദ്യം അതല്ല. ഒരാള് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുറമേ നിന്നൊരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നതായി കേട്ടാൽ നിസ്കാരത്തിൽ അദ്ദേഹം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമോ? നിസ്കാരം ബാത്തിലാവുന്നില്ല. എന്നാൽ ഫാത്തിഹയ്ക്ക് ഇടയിലാണെങ്കിൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും, ഫാത്തിഹ രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. അല്ലാതെ നിസ്കാരം ബാത്തിലാകുന്നതല്ല. കാരണം ദിക്ർ ദുആ പോലത്തത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പം വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അതല്ലെങ്കിൽ മഹാന്മാരായ മറ്റ് അംബിയാ മുർസലീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്തോ സലാമോ പറയുക എന്നത് ദിക്റിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല. ഫാത്തിഹ ഓതുന്നതിന് ഇടയിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരാൾ പറയുന്നത് കേട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിഞ്ഞത് കൊണ്ട് രണ്ടാമത് ഫാത്തിഹ മടക്കി ഓതേണ്ടി വരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോ ഒരു ചോദ്യം വന്നു. ഇവിടെ ദമാമിൽ നിന്ന് മദീനയിലെത്തി ളുഹറും അസ്റും ജമ്മും കസ്റുമാക്കി നിസ്കരിച്ചു. അതിനുശേഷം ഇഹ്റാമിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? ഉംറക്ക് ഇഹ്റാം ചെയ്താൽ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. ജമ്മു കസുറുവാക്കി നിസ്കരിച്ചതിന്റെ ശേഷം ഉംറക്ക് വേണ്ടി നിസ്കരിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. ജമ്മു കസുറുവാക്കി എന്നതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിന്റെ രസമല്ലല്ലോ. ഇനി പ്രത്യേകം നിസ്കരിക്കാതെ ഈ ഫർദ് നിസ്കരിച്ചതിന് ശേഷം ഇഹ്റാം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇഹ്റാമിന്റെ മുമ്പ് ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിസ്കരിച്ചു, ആ നിസ്കാരത്തിന് ശേഷം ഇഹ്റാം ചെയ്യൽ പ്രത്യേകം ഒരു സുന്നത്തുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു നിസ്കാരം നിസ്കരിച്ച സമയം അല്ലെങ്കിൽ
ഇഹ്റാമിന് വേണ്ടി എന്ന നിയ്യത്തോടു കൂടി തന്നെ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യാം. പക്ഷേ അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അസർ നിസ്കാരത്തിന് ശേഷം നേരിട്ട് ഇഹ്റാം ചെയ്യുകയല്ലാതെ പിന്നെ ഇഹ്റാമിന് വേണ്ടി എന്ന നിയ്യത്തോടു കൂടി സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. കാരണം ഹറമിൽ ഏത് സമയത്തും നിസ്കരിക്കുക എന്ന് പറയുന്ന ഹുക്മ് മദീനക്ക് ബാധകമല്ല, മക്കത്തിന് മാത്രമേ ബാധകമാവുള്ളൂ. അപ്പൊ മദീനയിൽ വെച്ച് ളുഹറും അസ്റും ഒരാൾ ജമ്മാക്കി നിസ്കരിച്ചു കഴിഞ്ഞു. ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കരിച്ചതിന് ശേഷം ഇഹ്റാം നേരിട്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ അവിടെ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത് എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കണമെങ്കിൽ മഗ്രിബാകണം, അതുവരെ നിസ്കരിക്കാൻ പാടില്ല. ഓക്കെ. ഇനി റുവൈസിന്റെ ഒറ്റൊന്നുണ്ട്, അത് കഴിഞ്ഞാൽ മതിയാക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് മതിയാക്കുക. സമയം അങ്ങെത്തിയാണ്. റുവൈസ് മൈക്ക് എടുക്കുന്ന കാണില്ല. ഒരു ചോദ്യം വന്നുകൊണ്ട് അത്യാവശ്യപ്പെട്ട ചോദ്യം തോന്നുന്നുണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, ഓരോ നിസ്കാരത്തിന്റെ കൂടെ ഖളാ വീട്ടുന്നുമുണ്ട്. എത്ര നിസ്കാരം ആണ് ഖളാ ആയി എന്നറിയില്ല. സുന്നത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ മൈക്കോട്ടെ. ആ ആഗ്രഹമുള്ളത് കൂടി എന്താക്കുക, ഫർവാക്കി നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടായിക്കോട്ടെ, നല്ല തന്നെയാണ്. ആ ആഗ്രഹമുള്ള സമയവും കൂടി ആ ഖളാ വീട്ടാൻ ശ്രമിക്കുക. ഖളാ ഇനി ബാക്കി ഉണ്ടാവൂല എന്ന ഒലപത്ത് വരുന്നത് വരെ ഖളാ വീട്ടിക്കൊണ്ടിരിക്കുക. അത് സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടുന്ന ആ സമയവും കൂടി ഒരു നിസ്കാരം ഖളാ വീട്ടുക. അല്ലാതെ ഖളാ വീട്ടാൻ നിസ്കാരം ബാക്കി ഉണ്ടാവുമ്പോൾ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാവുന്നു, അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹം വരുമ്പം ആ സമയത്ത് കൂടി ഒരു ഫർള് കൂടി ഖളാ വീട്ടുകയാണ് വേണ്ടത്. സമയം കഴിഞ്ഞിരിക്കുന്നു. കീശേരി പിന്നെ കഞ്ചൊന്നിച്ച് ദ്വാരക്കാൻ പറയണ ഇക്കാരം. റുവൈസ് അവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് എടുത്തോട്ടെ. നേരത്തെ തന്നെ കുറെ നേരം കാത്തു നിന്നിട്ട് മൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കല്ലാച്ചി ഉസ്താദ് എന്തിനാ? കല്ലാച്ചി ഉസ്താദ് ഒന്നും പിന്നെ മസല വയ്ക്കാൻ കഴിയുമെന്ന് നിൽക്കൂല. എന്തെങ്കിലും ദ്വാരക്കാൻ പറയാനേ കുഞ്ഞ് സമയമില്ല, ഇനി നീട്ടാൻ പറ്റൂല. ഒരൊറ്റ ചോദ്യം. റോയ്സ് അവിടെ ഇല്ലാത്ത കൊണ്ട് കൈ 2-3 പ്രാവശ്യം പൊന്തിച്ചിട്ട് അത് താഴ്ത്തിയില്ലല്ലോ. പിന്നെ എന്താന്ന് പറഞ്ഞാല് എല്ലാ റക്കയത്തിലും ഫാത്തിഹയുടെ മുമ്പ് അഴുതു അതിൽ സുന്നത്തുണ്ടോ എന്നാ ചോദിച്ചാൽ അദ്ദേഹം 3 ദിവസമായി ചോദിക്കല്. ഞാനത് ചോദിക്കാൻ മറ്റുള്ള ചോദ്യത്തിന്റെ ഇടയിൽ ഇങ്ങനെ മുടങ്ങി കിടന്നോളൂ. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. സുന്നത്തുണ്ട്. എല്ലാ റക്കയത്തിലും ഫാത്തിഹയ്ക്ക് മുമ്പ് അഴുതു ഓതൽ സുന്നത്താണ്. എന്നാൽ ഒന്നാമത്തെ റക്കഅത്തിലെ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ മുഅക്കദായ സുന്നത്താണ്. തുടർന്നുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും റക്കഅത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഒന്നാം റക്കഅത്തിലെ പോലെ മുഅക്കദല്ല. ഓക്കെ. എന്താ കല്ലാച്ചി ഉസ്താദിന് എന്തോ ദുആ വസിയത്ത് പറയാനാന്ന് തോന്നുന്നു. എടുത്തോളി, എന്നിട്ട് മതിയാക്കുക.